എന്താ പറ്റിയത്? എന്ത് പറ്റിയത്? രണ്ടാം പ്രാവശ്യം വന്നിട്ട് ഒരു മാങ്ങാത്തോലി അറിയാവുന്നത്. തിരിച്ചു വന്നിട്ട് കൂടാതിരിക്കുക, വിശേഷം പറയാനായിട്ട്. ഇവിടെ ലഞ്ച് കഴിക്കായിരുന്നു. പാക്ക് ചെയ്തോണ്ടെങ്കിൽ ഇവിടെ ലഞ്ച് കഴിക്കായിരുന്നു. കളസൂടാതെ ഒരു കൊച്ചിനെ കണ്ട. ഇതൊക്കെ കിട്ടും. മിസ് ചെയ്യണം. കുറച്ച് തണുക്കണോ? കൊച്ചമ്മായി കിടക്കുന്നുണ്ട്. കുറച്ച് തണുക്ക് എന്താ വെറുതെ ഞാൻ എടുക്കാം. കാലൊക്കെ കഴിക്കാം. അതില് പോയ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നല്ല. Where's Anju? Anju, there. She's hiding from you. Can't you see that? That's what my. Papa, get it in the. Once more, please. എന്റെ ആൾക്കാർ വല്ലൊരു പക്ഷെ വീഡിയോയിൽ ഇത് മഞ്ഞായിട്ട് കാണുമെന്ന് തോന്നണില്ല. വണ്ടി കാറ് പാർക്ക് ചെയ്ത് വീഡിയോ എടുത്ത് റെക്കോർഡ് വെച്ചത് നേരത്തെ എടുത്തില്ലേ? അപ്പ ബോസ് വെച്ചില്ലേ? ഓരേ ഇവിടെ വന്നാണോ ഷോപ്പിൽ? അല്ല അല്ല, ഇവിടെ വേറൊന്നും നോക്കിയില്ല. ഹോൺ അടിക്കാത്തത് അതാണ് ഞാൻ അഡ്വാൻറ്റേജ് അല്ല. എനിക്കുള്ള ഇതെന്താ വെച്ചാല് ഐ എം നോട്ട് ചേസിങ് ടൈം അല്ലേ. നമ്മളൊരു ടൈമിലൊക്കെ എവിടെയെങ്കിലും എത്തണമെങ്കിലൊക്കെ നാട്ടിൽ എന്ത് പാടാണ്. നമുക്ക് നമ്മുടെ സൗകര്യം പോലെ ടൈമിനൊരു വിലയില്ലെങ്കിൽ ഞങ്ങൾ ഇവിടെ ഒരു ഹോസ്പിറ്റലായിരുന്നു ആദ്യം വർക്ക് ചെയ്തിരുന്ന കേട്ടോ. അതിന്റെ പഴയ ഹോസ്പിറ്റലൊന്നും അതൊന്നും ബിഷപ്പ് ഓക്ലൻഡിലല്ലേ? അതല്ല പണിത്. ഓ അത് ഞാൻ കാണിച്ചു തരാം. അത് കേസ് ആയതല്ലേ?
ഇതെന്താ മജിസ്ട്രേറ്റ്സ് കോർട്ട്. പൂട്ടൊക്കെ ഇല്ലേ മീന്? പൂട്ടൊക്കെ ആയിരുന്നു ഇവിടെ. ഇപ്പൊ ഇവിടെ ഫിഷിംഗ് കോർട്ട് മാത്രമേ ഉള്ളൂ. നമ്മളിവിടുന്ന് ലെഫ്റ്റിലോട്ട് നോക്കിയാൽ അതിനകത്ത് മീൻ കൊണ്ടുവരുന്നത് ഇവിടെ കണ്ടോ? ബോട്ടിലെ കയറാൻ പാടില്ല. ഇവിടെ ഒരു സ്ഥലമുണ്ട്, ഞാൻ നിർത്തി തരാം. ഇത് നാട്ടിലെ പോലെ പറഞ്ഞ ബീച്ച് എന്താ? എന്താണ് വലിയ ക്രാബ്, ബ്രൗൺ ആണ് ഇവിടുത്തെ ക്രാബ്. ബ്ലാക്ക്. അതല്ല, അതിനെന്തോ ഒരു പറയുന്ന ഇങ്ങനത്തെ ഒരു സാധനമുണ്ടോ? ലെമൺ സോളായി കാണുന്നത്. ഈ സോളില്ലേ അപ്പുറത്ത് കാണുന്നില്ല. ഇത് നമ്മുടെ ചെമ്പല്ലി പോലത്തെ സാധനം. അത് സ്നാപ്പേഴ്സ്. ഇത് പറഞ്ഞതില്ല, അത് അവിടെ ഉണ്ടല്ലോ. അതവിടെ ഉണ്ടല്ലോ. അത് തിന്നുമ്പോഴാ കരിമീൻ പോലെ ചേച്ചി പറയും. ഇതാ പറഞ്ഞതാ. ഹാലിബട്ടെന്ന് പറയുന്നത്. ഇതൊരു ആവോലി ലുക്ക് ഉണ്ടല്ലോ. അത് നല്ല മീനാണ്. നമ്മളെടുത്ത് വാങ്ങിച്ചു. അവിടെ പോയി നോക്കുവാണെങ്കിൽ അതിനകത്ത് ഒരെണ്ണം കഴിക്കുള്ളൂ. അതിനകത്ത് ഇതിന്റെ കളറാണോ ഈ മീറ്റിന്റെ? ഇതിന്റെ സ്കാമ്പി. അതല്ലേ ഇത് മുട്ടയാണോ? സ്കാമ്പി സ്കാലപ്പ് മീൻസ്. അത് കല്ലുമ്മക്കായ പോലെ ഉണ്ടല്ലോ. കല്ലുമ്മക്കായ പോലെ. ചെമ്മീൻ കണ്ട സോസില് മാരിനേറ്റ് ചെയ്തിട്ട് നേരിട്ട് കഴിക്കാം. അല്ല വേറെ നല്ലൊരു അപ്പൊ അത് അവര് സ്കന്തോപ്പിൽ ഇവിടുന്ന് ഒരുപാട്. ഇപ്പം ഇവള് നാട്ടിൽ പോയിരിക്കുക. അമ്മയ്ക്ക് സുഖമില്ല. അമ്മയ്ക്ക് എന്തോ അപ്പനിങ്ങനെ ഡിമെൻഷ്യ വന്നിട്ടേ ഓർമ്മയൊന്നുമില്ല. എല്ലാം ഇങ്ങനെ പല പ്രാവശ്യം ചോദിച്ചോണ്ടിരിക്കും. ലാരിത്തരാം കിള്ളിത്തരാം. ഇവിടെ അവര് പറഞ്ഞല്ലേ ബെല്ല് വെച്ചിട്ടുണ്ട്. ഫിക്സ്ഡ് അല്ലേ? നമ്മള് ഈ ഹോൾസെയിലായിട്ട് വാങ്ങിക്കുകയാണെങ്കിൽ ശകലം ഭാഗ്യം ചെയ്യാം. ഷർട്ട് ഇടാതെ പറഞ്ഞു. ഓഫീസല്ല അത്, ഇറ്റ്സ് ഒരു ഷോപ്പിംഗ് സെന്റർ പോലെ അതിനകം. ബട്ട് കീപ്പിംഗ് ഓൾ ദി സാങ്ക്ടിറ്റി. അങ്ങനെ അപ്പച്ചന് ഇവിടെ വന്നിട്ട് ഇവിടെ പല പ്രാവശ്യം വരുമായിരുന്നു. അപ്പച്ചൻ ഇതൊരു വലിയൊരു കാസിലായിരുന്നേ.
എന്നിട്ട് അത് ഒരു വേൾഡ് വാറിന് ബോംബ് ഇട്ടതാ. ഇതാ ആ നേരെ കാണുന്നത്. അപ്പൊ അതിന്റെ റൂയിൻസ് ആണ് അത്. അപ്പച്ചൻ വാസ് റീഡിങ് സംതിങ് ആൻഡ് ഹി വാസ് ഏബിൾ ടു റിലേറ്റ് ടു ഇറ്റ്. ആ ഇറയിലൊക്കെ ആയിരുന്നിരിക്കുവേ. ഇത് കാസിൽ പ്രയറിന്നാ ഞങ്ങൾ പറയുന്നത് കേട്ടോ. പ്രയറി കാസിൽ റൂയിൻസ് ആണ് അതിന്റെ. ഡബിൾ ഇത് തന്നെ. കണ്ടില്ല, 2 ലൈറ്റ് ഹൗസ് അടുത്തടുത്ത്. അവർക്ക് എന്തൊരു സന്തോഷമുള്ള ദിവസമായിരിക്കില്ല ഇന്ന്. വെയില് ഡ്യൂക്സ് ഒക്കെ ഇവിടെ താമസിക്കും, കുറെ ഉള്ളിലോട്ടൊക്കെ. കൊറേ അവിടെ ഇവിടെയൊക്കെ ഈ എഡിൻബർഗിലെ പാലസിൽ ഒന്നും ഇല്ലല്ലോ, അവിടെ ഒന്നും. ക്വീൻ ഇടയ്ക്ക് പോകുന്നേ ഉള്ളൂ. ഇവിടെ പാർക്ക് ചെയ്താലോ? It's record. Yeah, I think that's true. From the travel centre, or self-service ticket machines on this station. Alternatively, you may pay myself, the customer service manager, for full single or return fare for the journey you are making. Sorry, And also advise passengers with advance purchase tickets. These tickets include first off peak, standard off peak, Apex, super advance and third party promo tickets. These tickets are only valid on the service you have reserved on. Please check your ticket now and make sure that it is for the service. The 16:55 and for today's date is the 22nd of June. Do not have tickets for the train. You will be charged a supplementary fare and in some cases a full single fare for the journey you are making. You can find information on the in our passengers charter. ഇവിടെ അല്ലേ? ഇവിടെ വേറെ തേച്ചില്ലല്ലോ. പിന്നെന്താണോ രണ്ട് സൈഡിൽ ചോർച്ചിലൊന്നും ഇല്ലല്ലോ അല്ലേ? അല്ല, ബി കോംപ്ലക്സ് ഡെഫിഷ്യൻസി വല്ലാണോ? ഇവിടുത്തെ ബ്യൂട്ടി കൊണ്ട് ബ്രിഡ്ജാണ്. 6 ബ്രിഡ്ജ് ഒരേ ലെവലിൽ. ഐ ബ്രിഡ്ജ് വേൾഡിലെ ആദ്യത്തെ ഐ ബ്രിഡ്ജ്. അത് ഇങ്ങനെ ലണ്ടനായി ലണ്ടനായി ഇതുപോലെ ഐ ബ്രിഡ്ജ്. 6 ബ്രിഡ്ജ് ഒരു നിരക്ക് വേറെ എങ്ങും ഇല്ല. ഫോട്ടോ ഉണ്ട്. വലിയ ടൗൺ ആണല്ലോ. ഓരോ ബ്രിഡ്ജ് ഇങ്ങനെ നേരെ Just advise passengers the full ticket examination is about to clear. എന്താ അത് CK കാൽവിൻ കൈലിന്റെ കണ്ണാടിയാണ്. ഭയങ്കര ഡിസൈനർ മേക്കർ. ചുമ്മാ അങ്ങനെ എടുത്തിട്ട് കാര്യമില്ല. ഇവിടുത്തെ വീടുകളൊക്കെ ചെരുപ്പ് നെക്സ്റ്റ് പിന്നെ മോഡൽ പുതിയത് ഇത് 10 കൊല്ലമായിട്ട് തുടങ്ങി എന്നെ വെച്ചിട്ട്. ഒരു മലാവലി ഇങ്ങനെ നിൽക്കും മുഴുവൻ. എത്രയോ മില്യൺ വെറുതെ ഒരു സ്റ്റാച്ചു എത്ര മില്യൺ പൗണ്ട്സ് മുടക്കി ഉണ്ടാക്കിയാണ്. ഏഞ്ചൽ ഓഫ് നോർത്ത്. നമ്മളവിടെ കൊണ്ടുപോയി അവിടെ പോയോ? അടുത്ത് പോയോ? മാർഗേനെ കൊണ്ട് പോവാത്ത ന്യൂയോർക്കിലൊക്കെ പോയി. ഒറിജിനൽ വാഷിംഗ്ടൺ. ഇവിടെ വാഷിംഗ്ടൺ ഉണ്ടല്ലേ?
Concentrating the Coachella Pichata in long term. ലാൻഡ് ചെയ്തിരിക്കുന്നു. മഴ കൊണ്ട് ഞാൻ പനി വരും. അയ്യോ വീഡിയോ ആണോ? ക്യാമറ അങ്ങോട്ട് പോ. പിള്ളേരെ എടുത്ത് വീഡിയോ എടുക്കണം. മഴ പൊടിയാനുണ്ടല്ലേ. ഒറിജിനൽ എന്താ ഡ്യൂപ്ലിക്കേറ്റ് എന്താണെന്നുള്ളത് നടക്കുന്നത്. Okay, folks, the Diva Show is nearly ready to start. Thanks for hanging around. We have 6 potential divas for you. They've been training very hard. They are now being diva'd up as we speak, having a few diva tantrums at the moment. Sorry for the delay. But they're going to be Kylie, they are going to be Beyonce, and they are going to be Britney Spears for you today. But I need all you guys help out there, because it's you who decides if their training is paid off and if they are a diva or if they're slightly a bit desperate. So remember. Ladies and gentlemen, welcome to Madame Tussauds. This is Blush. I give you the diva herself. It is Beyonce. Beyonce, Beyonce. We have got 6 fantastic potential divas for you, ladies and gentlemen. They have been in diva training camp. They have trained very, very hard. They are all dressed up and diva'd up, especially, and now they are.
the better result we're going to get. So here we go. 1, 2, 3, let's hear it. Let's do that. I love that. That's our final 2 potential divas. They have worked extremely hard. They look amazing. So please give a big, huge warm welcome to the fantastic Susie and Katie as Miss Britney Spears. You guys